എത്ര വൃത്തിയാക്കിയാലും പിന്നെ വരുന്നൊരു സാധനമാണ് കേട്ടോ ഈ പുല്ല്. എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പറിച്ചിട്ട പിറ്റേ ദിവസം പിന്നെയും മുളച്ച് വരും കേട്ടോ. അങ്ങനെയാണ്. കുറച്ച് വൃത്തിയാക്കുമ്പോഴേക്കും നല്ല മഴ പെയ്തട്ടാ. പിന്നെ ഞാൻ അകത്ത് കയറി. പിന്നെ അജുക്ക് ഇറങ്ങി കേട്ടോ. അവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിറയെ പുല്ലായിരുന്നു. ഒരുവിധം ഒക്കെ വൃത്തിയാക്കിയിട്ടാ. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് വന്നിട്ട് അപ്പോൾ ഉണ്ണികൾക്ക് വൈകുന്നേരത്തിന് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചെറുപഴം പൊരിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് തിന്നാൻ വേണ്ടിയിട്ട്. ഞാൻ 2 ചെറുപഴം, കുറച്ച് മൈദ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ടയും ഒരു നുള്ളു പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല കൈയായിട്ട് ഇങ്ങനെ തിരുമ്പി മിക്സ് ചെയ്യണം, എന്നാലാണ് നല്ലൊരിത് കിട്ടുള്ളൂ. നമ്മൾ സ്പൂണായിട്ട് എത്ര മിക്സ് ചെയ്താലും ഈ കൈയായിട്ട് തിരുമ്പണ ഒരു ഇത് കിട്ടില്ല. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ടൊക്കെ കിട്ടുക. എന്താ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ബാറ്ററി സ്പൂണിൽ കോരിയിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് തിന്നാൻ വേണ്ടിയിട്ട്. ഇവിടെ ദുവാക്കും ആമിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപഴമൊക്കെ വെറുതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിന്നില്ല. ഇങ്ങനെയാക്കി കൊടുത്താക്കന്മാർ തിന്നും കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ ഇല്ലാണ്ടൊരു ജീവിതം ഇല്ലല്ലോ. ഇപ്പം പിന്നെ ഇങ്ങനെയാണ്. എന്ത് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും 2 പാത്രത്തിൽ വേണം. ഒക്കെ ഒരേപോലെ വേണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ തല്ലാണ്. അങ്ങനത്തെ 2 ആൾക്കുള്ളത് ഞാൻ പാത്രത്തിലാക്കി വെച്ചുട്ടാ. പിന്നെ ഞാനെന്താ എനിക്കുള്ള ചായയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മഴയത്ത് ഈ ചൂട് ചായ കുടിക്കുന്ന ഒരു സുഖം വേറെ എന്ത് തിന്നാലും കിട്ടൂല അല്ലേ. എന്താ 2 ആളും ഇരുന്നിട്ട് ഇവിടെ ചായ കുടിക്കണം. ആമിക്ക് ഇഷ്ടമായി എന്നാണ് കേട്ടോ പറയണത്. മോളിപ്പോൾ ഇങ്ങനെ പറക്കി തിന്നാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇഷ്ടത്തിന് തിന്നുമല്ലോ. പിന്നെ ഞങ്ങൾ 3 പേരും ചായ കുടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളൊക്കെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആമിനെ പഠിപ്പിക്കാതിരുത്തിയിട്ട് ഇപ്പോൾ ആൾക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എത്ര നാളിതുണ്ടാവുമെന്ന് അറിയില്ല. ഇങ്ങനത്തെ ബുക്ക്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഒരു 18 പീസ് ഉണ്ട് കേട്ടോ. ആകെ 160 രൂപയാണ് വരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഒരു 2-3 വട്ടം പറഞ്ഞു കൊടുത്താൽ ആൾക്ക് മൈൻഡിൽ കയറാറുണ്ട് കേട്ടോ. പിന്നെ ആൾ 1 2 3 പറയലായിട്ടാ. 1 2 3 4 5 6 7 ഗുഡ് ഗേൾ. ഇപ്പം ആമിമോള് 10 വരെയൊക്കെ എണ്ണൂട്ടാ. അങ്ങനെ പിന്നെ എന്താ ഞാൻ കുറച്ച് നേരമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാണ്ടിരുന്നിട്ട് ഒരു 7:30 8 മണിക്കുള്ളിൽ അവർക്ക് ഫുഡ് കൊടുക്കൂട്ടോ. അതാകുമ്പോൾ പിന്നെ ഇവർ കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ അവർക്ക് ഫുഡ് എടുക്കൊക്കെ വേണ്ടി ഞാനൊരു മാങ്ങി ചെത്തി തിന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.